ജെമിനൈ, ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫില് ജൂൺ മാസത്തിൽ എസ്പെഷ്യലി കുറെ നല്ല കാര്യങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ട്. കുറെ ഒരു പോസിറ്റീവ് ഔട്ട്കം ആണ് ഞാൻ കാണുന്നത്. പക്ഷെ അതുണ്ടായിട്ടും നിങ്ങൾ എവിടെയോ ഒരു പാസ്റ്റിന്റെ സിറ്റുവേഷന് നിങ്ങൾക്ക് മുഴുവനെ മൂവ് ഓൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ പാസ്റ്റിന്റെ എന്താണ് ബ്ലോക്ക് ഉള്ളത്? ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ബ്ലോക്ക് ചെയ്യണത്? നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. പക്ഷെ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആണ് നിങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് ഇതിനെ മിസ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്, എൻഡ് വരെ നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ മെസ്സേജ്, ഈ ബ്ലോക്ക്, ഈ അഡ്വൈസ് എന്താ പറയണേ ജൂൺ മാസത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇപ്പം നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പൊ ജെമിനായി, എന്താണ് നിങ്ങളുടെ ജൂൺ മാസത്തിന്റെ എനർജിന്ന് നമ്മൾക്ക് നോക്കാം. ഇത് ജെമിനായി സൺ സൈൻ, മൂൺ സൈൻ, നക്ഷത്രം, അസെൻഡന്റ് എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയുമാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ അപ്പോഴാണ് ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരിക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ജെമിനായി, നിങ്ങളുടെ മാസം ജൂൺ മാസം ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഔട്ട്കം. നമ്മൾക്കിത് എന്താണെന്ന് എൻഡിൽ നോക്കാം. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുകയാണ് നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട്. നൈറ്റ് ഓഫ് കപ്സ് ഒരു റൊമാൻറ്റിക് എനർജിയാണ്. എന്തോ ഒരു മെസ്സേജ് വരണ എനർജിയാണ്. അപ്പോൾ ഇതൊരു ഗുഡ് ന്യൂസും ആവാം. റൊമാൻസ് അല്ലച്ചാൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജി ആവാം. ചിലവർക്ക് ഇത് കരിയറിൽ ഒരു പോസിറ്റീവ് ന്യൂസ് ആവാം. എന്തായാലും ഇതൊരു നല്ല ഗുഡ് ന്യൂസ് തന്നെയാണ് വരാൻ പോണത്. അപ്പോൾ ഈ നൈറ്റ് ഓഫ് കപ്സ് എന്താണ് ഇവിടെ കാണുന്നത് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. 3 ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ ഹാർട്ട് ബ്രേക്ക് ആണ് കാണുന്നത്. ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു, ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ. പക്ഷെ അത് എവിടെയോ ഒരു ഡിസപ്പോയിൻറ്റ്മെന്റിലേക്കാണ് പോകണത്. വീൽ ഓഫ് ഫോർച്യൂൺ. ചിലവർക്ക് ഈ പേഴ്സൺ ഒരു പാസ്റ്റ് പേഴ്സൺ ആയിരുന്നു. നിങ്ങൾക്കൊരു പേഴ്സൺ ഇഷ്ടമായിരുന്നു. അവരുടെ കൂടെ നല്ല റൊമാൻറ്റിക് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു പാസ്റ്റിൽ. പക്ഷെ അവർ ആ സമയത്ത് എന്തോ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ട് ഒരു ബ്രേക്കപ്പ് ഉണ്ടായി. ഇപ്പോൾ അവർ തിരിച്ചു വരണു. ഇപ്പോൾ ചിലവർക്ക് ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആവില്ല, ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ആവാം, ഫാമിലിയുടെ കൂടെയും ആവാം. അപ്പോൾ അത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് യൂസ് ചെയ്യുക, പറഞ്ഞാൽ അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും ഒരുമാതിരി റൊമാൻറ്റിക് തന്നെ ആവണം എന്നില്ല. ചിലവർക്ക് ഇത് ജോലിയുടെ കാര്യത്തിലും ആവാം. ഓക്കെ, അപ്പോൾ ഞാൻ റൊമാൻറ്റിക് എനർജിയിലാണ് പറയുക. പക്ഷെ അത് നിങ്ങൾക്ക് എങ്ങനെയും വേണമെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ മെസ്സേജ് അങ്ങനെ ഏത് സിറ്റുവേഷനിലാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് സ്ട്രെങ്ത് എനർജിയാണ്. സ്ട്രെങ്ത് എനർജി ലിയോ എനർജിയാണ്. പാസ്റ്റിലും ചില ചാലഞ്ചസ് ആണ് ഞാൻ കാണുന്നത്, ചില മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് കാണാണ്ട്. നിങ്ങളുടെ ലൈഫിൽ ചില ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് അത് ശരിയാവാണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഗിൽട്ട് ഉണ്ട്, അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വിഷമമുണ്ട്. ഇത് ഉണ്ടായില്ല, എനിക്ക് ഇത് ചെയ്യായിരുന്നു, അങ്ങനെ കുറേ ഒരു ഫീലിംഗ്, ഏതൊരു പേഴ്സണെ മിസ് ചെയ്യണ എനർജിയും കൂടി ഉണ്ട്. അപ്പോൾ വർക്ക് ആവാത്ത കാര്യങ്ങൾ നിങ്ങൾ അത് ഓർത്തിട്ട് കുറേ ഒരു വിഷമം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പാസ്റ്റിൽ. പക്ഷെ ഞാൻ ഇപ്പോൾ കാണുന്ന എനർജി നിങ്ങളുടെ എംപ്രസ് ആണ്. അപ്പോൾ എംപ്രസ് ഒരു നല്ലൊരു കോൺഫിഡൻറ്റ് പേഴ്സൻ്റെ എനർജിയാണ്. ഒരു എന്താ പറയുക, കുറേ അബണ്ടൻസിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു മാറ്റം വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ കുറേ അബണ്ടൻസ് വരാൻ പോകുന്നുണ്ട് ഈ മാസം. ഞാൻ കാണുന്നത് ചില പാസ്റ്റ് സൈക്കിൾസ് നിങ്ങൾ എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോണു. അപ്പോൾ ഈ മാസം കുറേ ഒരു ഇമ്പോർട്ടൻറ്റ് മന്ത് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. 5 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. ഇവിടെ ചില ലോസിൻ്റെ എനർജിയും ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ കുറേ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് എവിടെയോ ആ പാസ്റ്റിൻ്റെ എനർജി അതാണ് നിങ്ങൾ മിസ് ചെയ്യണത്. എല്ലാം നിങ്ങളുടെ ലൈഫിൽ നല്ല പോലെ മുമ്പോട്ട് പോകുന്നുണ്ട്. അതുണ്ടായാലും നിങ്ങൾ എന്തോ പാസ്റ്റിൽ ശരിയായില്ല, അത് പിടിച്ചിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് 2 ഓഫ് പെൻറ്റിക്കിൾസ്. 2 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസിൻ്റെ എനർജിയാണ്. ഈ ഇംബാലൻസ് എന്താണ്? ഏസ് ഓഫ് വാൻസ്. അപ്പോൾ ഇവിടെയാണ് ആ പുതിയ തുടക്കം ഞാൻ കാണുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു മെസ്സേജ് വരാൻ പോകുന്നുണ്ട്, ഒരു ഗുഡ് ന്യൂസ് വരാൻ പോകുന്നുണ്ട്. ചിലവർക്ക് ഇത് ഒരു അറിയണ പേഴ്സൺ ആണ്, പാസ്റ്റ് പേഴ്സൺ ആണ്.
ചിലവർക്ക് 2 ആൾക്കാർ തിരിച്ചു വരണു. ഒരു പാസ്റ്റിന് ഒരു പേഴ്സണും വരുന്നുണ്ട്, ഒരു പുതിയ പേഴ്സണും വരുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ കാണുന്നത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, എന്താ വേണ്ട അറിയില്ല, ഇത് യെസ് ആണോ നോ ആണോ. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ. വരാൻ പോണ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരു ഏരീസ് ആവാം. ഇത് ഞാൻ പറഞ്ഞ മാതിരി ജോലിയുടെ കാര്യത്തിലാണ് വെച്ചാൽ എന്തോ ഒരു നല്ല ഒരു ഓഫർ കിട്ടുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഷുവർ അല്ല ഇത് എനിക്ക് വേണ്ടിയിട്ട് ശരിയായിരിക്കുമോ, എനിക്ക് സമയം കിട്ടുമോ, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ട് മനസ്സിൽ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് എന്താ വെച്ചാൽ കുറേ ഹാർഡ് വർക്കിംഗ് എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട് ലവ് ലൈഫിൽ. ഓക്കെ, അപ്പോൾ ജോലിയുടെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും എന്തോ ഒരു പുതിയ എനർജി കാണാണ്ട്. പക്ഷെ ഇത് ചാലഞ്ച് പൊസിഷനിലാണ് വന്നിരിക്കണേ. എന്താ വെച്ചാൽ മേ ബി നിങ്ങൾക്ക് അത്ര സമയം ഉണ്ടാവില്ല, ഓർ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതൊരു പുതിയ പേഴ്സൺ ആണ് വെച്ചാൽ നിങ്ങളൊരു പാസ്റ്റ് പേഴ്സണിന് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്യണ്ടായിരുന്നേ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ, ഇത് എനിക്ക് വേണ്ടിയിട്ട് ശരിയാവോ. അപ്പോൾ അങ്ങനെ കുറേ ഒരു ഡൗട്ടില്ല എനർജി ആണ് നിങ്ങളുടെ ചാലഞ്ചായിട്ട് കാണുന്നത്. പക്ഷേ ആസ് സച്ച് ഈ കാർഡ്സ് ഒക്കെ പോസിറ്റീവ് ആണ്, ബട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊരു നെഗറ്റീവ് ആയിട്ടാണ് വന്നിരിക്കണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ്റെ കാരണമായിരിക്കും. ഈ പോസിറ്റീവ് കാർഡ്സ് ഉണ്ടായാലും നിങ്ങൾ അതിനെ ഒരു നെഗറ്റീവ് വേയിലാണ് കാണുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ പറയണത് വെച്ചാൽ അതിനെ ഫോളോ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് പെർഫെക്റ്റ് ചോയ്സ് ഉണ്ടാവുക, എന്താണ് ശരിയായ ഓപ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ആ ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ ആ ഡിസിഷൻ എടുക്കാനുള്ള ഒരു ധൈര്യമില്ല. യൂണിവേഴ്സ് പറയണത് ഇവിടെ എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു ഡിസിൻട്രസ്റ്റഡ് പോലെ ഒരു എനർജിയാണ് കാണുന്നത്. നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടും നിങ്ങൾക്ക് അതിനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ നിങ്ങളുടെ ഞാൻ പറഞ്ഞ മാതിരി ഫോക്കസ് വേറെ ഏതോ കാര്യത്തിലാണ്. അത് ആ സാധനം ഇല്ല വെച്ചാൽ ആ പേഴ്സൺ എൻ്റെ ലൈഫിലില്ല. വേറെ ആരും എൻ്റെ എന്തും വേണിച്ചായാലും പറഞ്ഞാൽ നല്ല ഒരു സമയം ഉണ്ടായാലും എനിക്ക് ആ പേഴ്സൺ ഇല്ലാണ്ട് ഞാൻ ഹാപ്പി ആവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി വെച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കണത്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയണത് അത് എവിടെയോ നിങ്ങൾക്ക് കുറച്ചൊരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജി വെക്കണം. എന്താ വെച്ചാൽ ഇത്രയും ചിലപ്പോൾ ചിലവർക്ക് ഇല്ല. ഓക്കെ, ഇത്ര നല്ലൊരു സമയം അത് ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യാണ്ട് ഇല്ല കാര്യങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണേ. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ഉടനെ വരണ എനർജി കാണാണ്ട് ഒരു ഓഫർ ഇല്ല ഒരു പേഴ്സൺ നിങ്ങൾ വെയിറ്റ് ചെയ്യണ ഏതോ ഒരു സംഭവമാണത്. എന്തോ നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു, കുറേ പേഷ്യൻ്റ്ലി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു സക്സസ്ഫുൾ തരത്തിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് കുറേ പുതിയ ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട്. പക്ഷെ അത് എൻജോയ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ നല്ലത് വന്നിട്ടും നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഇമോഷണൽ ഡിസ്കണക്ഷൻ ആണ് ഞാൻ കാണുന്നത്. ഡെവിൽ എനർജിയാണ് വന്നിരിക്കണത് നിങ്ങളുടെ ഔട്ട്കം ആയിട്ട്. അപ്പോൾ ഡെവിൽ വരണത് തന്നെ ഞാൻ പറഞ്ഞ മാതിരി ഒരു സ്റ്റാഗ്നന്റ് ഫേസ് ആണ്, ഒരു സ്റ്റാഗ്നൻസി ആണ്. കിങ് ഓഫ് പെൻട്രിക്കിൾസ് ഉണ്ട്, കിങ് ഓഫ് വാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ 2 ആൾക്കാരെ ഇവിടെ തന്നെ കാണാണ്ട് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഒരു പാസ്റ്റും പുതിയ പേഴ്സൺ വരണ എനർജിയും ഉണ്ട്. കുറേ അബണ്ടൻസ് ഉണ്ട്, കുറേ ഹാപ്പിനെസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മാതിരി എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഞാൻ പറഞ്ഞ മാതിരി കുറച്ചൊരു മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഹെർമിറ്റ് എനർജി ഒരു ഐസൊലേഷൻ്റെ എനർജിയാണ്. ഓക്കെ, ഇതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ കുറേ ഒരു ഐസൊലേറ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. അപ്പോൾ എനിവേ ഇതൊരു മന്ത്ലി പറഞ്ഞ ഈ മാസത്തിൻ്റെ എനർജി മാത്രമാണ്. അപ്പോൾ അത് അത്ര പേടിക്കാനുള്ള എനർജി ഒന്നും അല്ല, എല്ലാം ഇൻഫാക്ട് പോസിറ്റീവാണ്. മേ ബി ഇതൊരു ഫേസിൻ്റെ എനർജി ആവാം, ഒരു ഫേസിൽ അങ്ങനെ ഫീലിംഗ് ഉണ്ടാവും. അപ്പം നമ്മൾക്ക് നോക്കാം എന്താണ് ഇവിടെ
ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സും പറയണത് എന്താ വെച്ചാൽ ഇപ്പോൾ എന്തോ ഒരു സിറ്റുവേഷനിൽ ആക്ഷൻ എടുക്കാനുള്ള സമയമായിരിക്കണോ. കോൺഫിഡൻസ് ഇസ് ദ കീ ടു സക്സസ്. അപ്പോൾ കോൺഫിഡൻ്റ്ലി മുമ്പോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയണേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഹിൻറ്റ് തന്നിരിക്കണു. പിന്നെ അതുമാതിരി ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ഇതും ഒരു നിങ്ങൾക്ക് കൺഫർമേഷൻ ആയിരിക്കും. അതുമല്ല വെച്ചാൽ നിങ്ങൾക്ക് വേണിച്ചൊരു പേഴ്സണൽ റീഡിങ് ചെയ്ത് നോക്കാം. ആൻഡ് അതിൽ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ കിട്ടാം. അതിൻ്റെ ത്രൂ നിങ്ങൾക്ക് അറിയാം എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം ചാനൽ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.